സ്തോത്രം, സ്തോത്രം. വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അബദ്ധത്തിൻ്റെയും പാപിയുടെയും ഗതി എന്താകും? ഒരു 2-3 മണിക്കൂർ പ്രസംഗിച്ചാൽ തീരാത്തൊരു സബ്ജക്റ്റാണ്. വളരെ സീരിയസ് ആയ സബ്ജക്റ്റാണ്. ഇംഗ്ലീഷിൽ ഒന്നും കൂടി വായിച്ചോളൂ. If the righteous one is scarcely saved, where will the ungodly and the sinner appear? അതേ സമയത്ത് നമ്മളിപ്പോൾ ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുന്ന വാക്യം റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 കൂടി ഒന്ന് വായിച്ചോളൂ. റോമൻസ് മലയാളത്തിൽ ഞാൻ വായിക്കുന്നു. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചോളൂ. വേഴ്സ് 11, 13 വേഴ്സ് 11. And do this, knowing the time, that now it is high time to awake out of sleep, for now our salvation is nearer than when we first believed. അത്രമാത്രം എടുക്കും. Now our salvation is nearer. It is not completed. അല്ലേ? It is very nearer. സമയത്തേക്കാൾ രക്ഷ വളരെ അടുത്തിരിക്കുകയാണ്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അപ്പോസ്തലൻ പത്രോസ് എഴുതി വെച്ചിരിക്കുകയാണ്. രക്ഷ ഓൾറെഡി നടന്നിട്ടില്ല. Yet to done. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യക്ഷമതയോടുകൂടെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. വാൺ ചെയ്തുകൊണ്ടും അലർട്ട് ചെയ്തുകൊണ്ടും പറയാണ് രക്ഷ നമുക്ക് വളരെ അടുത്തിരിക്കുകയാണ്. 2000 ഇയേഴ്സിന് മുമ്പ് പറയാണ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എത്രമാത്രം അടുത്തിരിക്കുകയാണ്? ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ 1 Peter 4:18 ഒന്ന് ധ്യാനിക്കാനായിട്ട്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ 3 കാറ്റഗറി ആൾക്കാരെ കുറിച്ച് പറയാണ്. ഒന്ന് റൈഷ്യസ്, നീതിമാൻ. മറ്റൊന്ന് പറയാണ് അധർമ്മി, അൺഗോഡ്ലി. മൂന്നാമതൊരു കാറ്റഗറി സിന്നേഴ്സ്, പാപികൾ. അപ്പോൾ ഈ സിന്നേഴ്സും അധർമ്മികളും അല്ലെങ്കിൽ ഗോഡ്ലെസ് എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. മറ്റൊന്നാണ് നീതിമാൻ. അപ്പോൾ ഒരു 4-5 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടത്, വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. ഹു ഇസ് ദ റൈഷ്യസ് ഗൈ? ആരാണ് നീതിമാൻ? ആ നീതിമാൻ പോലും പറയാണ് പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. സ്കേഴ്സ്ലി ബി സേവ്ഡ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതാണ് വിശ്വാസ ഗോളത്തിൽ പലർക്കും മനസ്സിലാകാത്തത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസിച്ചു, കാര്യങ്ങൾ കേട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ചിന്താഗതിയില്, മിഥ്യാധാരണയില്, ഡാർക്ക്നെസ്സിൽ കൂടെ നടന്ന് തീക്കുണ്ടത്തിലേക്ക് വീഴാൻ പോവുകയാണ്. അപ്പോൾ നീതിമാൻ എന്ന് പറയുന്നത്, ബൈബിള് പറയുന്നത് നമ്മുടെ നീതി പ്രവർത്തികൾ കൊണ്ടല്ല നീതിമാനാകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഡിവൈൻ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്വർഗം നമുക്ക് സൗജന്യമായ നീതീകരണം തരുന്നതാണ്. ആ സൗജന്യ നീതീകരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മിൽ കൂടെയുള്ള പ്രവർത്തികൾ നീതി പ്രവർത്തികളായിരിക്കും. ബിക്കോസ് വി ആർ നോട്ട് ആക്ടിങ്, ക്രൈസ്റ്റ് ഈസ് ആക്ടിങ് ത്രൂ അസ്. യേശു ക്രിസ്തുവായിരിക്കും നമ്മളിൽ കൂടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഡിവൈൻ ഗവൺമെന്റ് സ്വർഗം നമ്മെ നീതിമാനായിട്ട് കടക്കിടുകയാണ്, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സിന്നർ, എന്താണ് പാപി, എന്താണ് പാപം എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ 2 കാറ്റഗറി പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പാപികൾ, അധർമ്മികളും പാപികളും ഗതി എന്താകും? അപ്പോൾ അധർമ്മി ആരാണെന്നും പാപി ആരാണെന്നും ശരിക്കും മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാതെ പോലെ ആദാമിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ 4 പാരൻസ്, ഇപ്പൊ 2-3 ജനറേഷൻ മുമ്പുള്ള പാരൻസ്, നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ് തന്നെ മുഖച്ചെടുത്ത് നോക്കിയിട്ട് പറയും അമ്മയെ പോലെയുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ റിലേഷനുള്ള പലരെ പോലെയുണ്ട്, അല്ലെങ്കിൽ ഫാദറിന്റെ റിലേഷനുള്ള പലരെ പോലെയുണ്ട്. എന്താ? ആ ജീനാണ് നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലേ? ആ നേച്ചർ, ആ ജീൻ ട്രാൻസ്ഫർ ആകുമ്പോൾ അത് നമ്മൾ കാണും, നമ്മുടെ പ്രവൃത്തികൾ കൂടെ കാണും. എന്നാൽ അത് മെറ്റീരിയൽ തിങ് ആണ്. സ്പിരിച്വൽ തിങ് എന്ന് പറയുമ്പോൾ ആദാമിനെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ ദൈവം എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ. വിശുദ്ധൻ എന്ന വാക്കിന്റെ ഡെഫിനേഷൻ ബൈബിളിക്കലായിട്ട് വിശുദ്ധൻ എന്ന വാക്കിന്റെ അർത്ഥം സാമാന്യമായതൊന്നും വേർതിരിക്കപ്പെട്ടവൻ. നമ്മൾ മലയാള ഭാഷയിൽ അല്ലെങ്കിൽ മറ്റു ഭാഷകളിൽ, ഹ്യൂമൻ ലാംഗ്വേജില് വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധന്. പക്ഷെ ബൈബിളിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് വിശുദ്ധനും വിശുദ്ധമായതും സാമാന്യമായതും. അപ്പോൾ വിശുദ്ധമായതെന്ന് പറഞ്ഞാൽ സാമാന്യമായതിൽ നിന്നും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടത്.
അപ്പോൾ ഇവിടെ പറഞ്ഞു വരുമ്പോൾ അധർമ്മികൾക്കും പാപികൾക്കും, നീതിമാൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ സ്വർഗം സൗജന്യമായി നീതീകരിക്കുന്നത്. അപ്പോൾ ആദാമിൽ നാം എല്ലാവരും ഉണ്ടായിരുന്നു, അല്ലെ? അവരുടെ കൊടുത്ത ബ്ലെസ്സിങ് എന്തായിരുന്നു? നീ സന്താനപുഷ്ടിയുള്ള പെരുകി ഭൂമി നിറയുക. അപ്പൊ ആ ആദാമിൽ തന്നെ നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ സമയത്ത് നമ്മൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഓരോ പ്രായത്തിൽ വരുന്നത് പോലെ പുറത്തു വരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ബ്ലെസ്സിങ് നമുക്കുണ്ട്. അതേ സമയത്ത് അവൻ ചെയ്ത കേഴ്സസ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ ഭൂമി ജനിക്കുന്ന സമയത്ത് തന്നെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ തന്നെ ആദാമിൽ കൂടെ പാപമാണ് നമ്മൾ വസിക്കുന്നത്. ആ പാപത്തിന്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അതിന്റെ പ്രകടനങ്ങളാണ് നമ്മിൽ കൂടെ വെളിപ്പെട്ട് വരുന്നത്. ചിലർ മദ്യപാനികളായി തീരുന്നു, ചിലർ വ്യഭിചാരികളായി തീരുന്നു, ചിലർ വിഗ്രഹാരാധികളായി തീരുന്നു, ചിലർ ദൈവം ഇല്ല എന്ന് പറയുന്നവരായി തീരുന്നു. ഇങ്ങനെയുള്ള ഡിഫറെന്റ് മാനിഫെസ്റ്റേഷൻസ് നമ്മളല്ല പ്രവർത്തിക്കുന്നത്. നമ്മളെ അടക്കി വെട്ടി വാഴുന്ന ഒരു പാപം എന്ന ശക്തിയുണ്ട്. ഇറ്റ്സ് എ പേഴ്സൺ. അതാണ് പാപം. പാപപ്രവർത്തികൾ എന്ന് പറയുന്നത് ഈ പാപം നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് പാപപ്രവൃത്തി. ഈ പാപത്തിന് ശിക്ഷ കൊടുത്തേ മതിയാവുള്ളൂ. ഈ പാപത്തെ ക്ഷമിക്കുന്നില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് തോന്നും, ഞാൻ ഡീസന്റാ, ഞാൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല, എല്ലാവർക്കും നന്മയെ ചെയ്യുന്നുള്ളൂ. ഇവൻ ഹൈന്ദവത്തിൽ ജൈന മതക്കാരൊക്കെ അവിടെ പുരോഹിതന്മാർ പോലും വസ്ത്രം പോലും ധരിക്കുകയില്ല. കാല് ഒരു വളരെ സ്പോഞ്ച് പോലെ വളരെ മൃദുവായി ചെരുപ്പുള്ള ചവിട്ടിക്കഴിഞ്ഞ ഒരു ഉറുമ്പ് പോലും ചാവാൻ പാടില്ല. ഒരുക്കും ദ്രോഹം ചെയ്യാതെ ജീവിക്കുന്നവർ അവർ പറഞ്ഞവർ നീതിമാന്മാരാ. ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുന്നവർ മറ്റു പ്രകൃതിയിൽ എല്ലാത്തിനും മാറിയിരുന്ന് ആർക്കും ദ്രോഹം ചെയ്യാതെ തപസ്സിരിക്കുന്നത് അവർ കരുതുന്നത് ഞങ്ങള് നീതിമാന്മാരാ. പക്ഷെ ഇത് പാപത്തിന്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ്, ഒരു ഭാഗിക പ്രകടനമാണ്. പാപം അകത്ത് കടന്നിടത്തോളം ഇതിനെ ശിക്ഷിക്കാതെ ദൈവത്തിന് ക്ഷമിക്കാൻ സാധ്യമല്ല. ക്ഷമിച്ചാൽ ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവരാജ്യം നിലനിൽക്കയില്ല. പാപം ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയില്ലെന്നുള്ള മനോബോധം മനുഷ്യരുള്ളിൽ കടന്നു വന്ന് ഇഷ്ടംപോലെ പാപം ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് മാനവബോധത്തില് മനുഷ്യർ നടന്നിരിക്കുന്ന സംഭവം. പാപം എന്താണ് ശരിക്കും മനസ്സിലാക്കുന്നില്ല. റോമലേഖനം 6-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് പാപത്തിന്റെ ദാസന്മാർ, സെർവൻസ് ഓഫ് സിൻ, പേഴ്സൺ. നമ്മളെ നിയന്ത്രിക്കാൻ, നമ്മുടെ ആന്തരിക അവയവങ്ങളെ, നമ്മുടെ തോട്ട്സിനെ, പ്രവൃത്തികളെ നിയന്ത്രിക്കാൻ നമ്മെക്കാളും ശക്തമായ ഒരു വ്യക്തിത്വമാണ് നമ്മളെ കൊണ്ട് അധർമ്മ പ്രവൃത്തി ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യിക്കുന്നത് ക്രിസ്തുവേശുവിൽ വിശ്വസിക്കാതിരിക്കുക, ക്രിസ്തുവേശുവിൽ ആശ്രയിക്കാതിരിക്കുക. കാരണം നമ്മുടെ രക്ഷ നടക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു തന്നെയാണ് രക്ഷ. ഐ ആം ദ വേ, ഐ ആം ദ സാൽവേഷൻ, ഐ ആം ദ ട്രൂത്ത്. അപ്പൊ അവനിലേക്ക് അടുപ്പിക്കാതിരിക്കാൻ എന്തെല്ലാം തന്ത്രങ്ങൾ, ഉപായമാർഗങ്ങളോ ഡ്യൂപ്ലിക്കേറ്റ് പരിപാടികളോ നടത്തിക്കൊണ്ട് യഥാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മളെ ഡിസെപ്ഷനിൽ കാത്തു സൂക്ഷിച്ച് ഇവിടെ വലിയ പ്രവൃത്തികളും ചില ഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുക, സ്വർഗത്തിൽ പോകുമെന്നുള്ള മിഥ്യാധാരണ കൊടുക്കുക. ഇതാണ് പാപികൾ. അങ്ങനൊരു ഡെഫിനിഷൻ ഉള്ളപ്പോൾ പിന്നെ അധർമ്മികൾ, അൺഗോഡ്ലി എന്നൊരു പദം ഉപയോഗിക്കേണ്ട ആവശ്യകത എന്താ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ അറിഞ്ഞിട്ടും അൺഗോഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമില്ലാത്തവൻ അല്ലെ. പാപി എന്ന് പറഞ്ഞാൽ അവന് പാപം വസിക്കുകയാണ്. അവന് ഒരേ വഴിയുള്ളോ ആ പാപത്തെ ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രന്റെ മേലേൽപ്പിച്ചു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 2 Corinthians 5:21, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടത് പാപമാക്കി. മാനവജാതി ഉള്ളിൽ കടന്ന പാപമാണ് യേശു. യേശു ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്, ദൈവമാണ്. പക്ഷെ ക്രൂശിൽ കിടക്കുന്നത് മനുഷ്യപുത്രനല്ല, ദൈവപുത്രനല്ല, പാപം നമ്മുടെ ഉള്ളിൽ വസിച്ചിരുന്ന മാനവജാതി ഉള്ളിൽ ഏതും തോട്ടത്തിൽ കടന്നു വന്ന ആ വ്യക്തിത്വം, പാപം എന്ന വ്യക്തിത്വത്തിനാണ് ക്രൂശിന്മേൽ ദൈവത്തിന്റെ ക്രോധാഗ്നി പകരുന്നത്. ആ ക്രോധാഗ്നിയിൽ നിന്ന് ആ ക്രൂശിൽ പാപം അറിയാത്തവന്റെ മേൽ ഇത്രമാത്രം ക്രോധം പകർന്നു. അത് നമ്മൾ കുറച്ചുകൂടി ഫിസിക്കലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഏലിയാവിന്റെ യാഗത്തിലേക്ക് നോക്കണം. ഏലിയാവിന്റെ യാഗപീഠത്തിന്മേല് കല്ലുകളെ അടക്കി, 12 കല്ലുകൾ അടക്കി വിറകടിക്കി അതിന്റെ യാഗവസ്തു വെച്ചു. ആ തീ ഇറങ്ങിയപ്പോൾ, അതായത് മാനവജാതിയുടെ പാപത്തിന്റെ ക്ഷമ തന്റെ പുത്രനെ ദൈവം നിവർത്തിക്കും എന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ആ തീ ഇറങ്ങിയപ്പോൾ ആ യാഗവസ്തു തികച്ചു, വിറക് തികച്ചു, വെള്ളം തികച്ചു പോയി, കല്ലും മണ്ണ് പോലും തികച്ചു പോയി. അത്ര ക്രൂരമായ ക്രോധാഗ്നിയാണ് ഈ പാപത്തിന്റെ മേലുള്ളത്.
അപ്പോൾ ഈ പാപം എന്ന വ്യക്തിത്വത്തിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ സാധ്യമല്ല. എന്റെ 2 കൈയും 2 കാലും ചങ്ങലയിട്ട്, എന്റെ വലഭാഗം ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കിടന്ന് അയ്യം വിളിക്കാൻ പറ്റും, അല്ലെ? കരയാൻ പറ്റും, ആരെയും സഹായിപ്പിക്കുന്നത്. ഈ സഹായിക്കാനുള്ള നമ്മുടെ ആത്മവാസ്തവത്തിൽ അങ്ങനെയാണ്. ഈ സഹായത്തിനാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്, ദൈവപുത്രൻ. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ക്രൂശിൽ കിടക്കുന്നത്, നമ്മൾ ഈ ദിവസം യശയാപ്രവചനം ചിന്തിച്ചല്ലോ, നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്നിട്ട് ആ പാപം എന്ന വ്യക്തിത്വത്തിനുള്ള ശിക്ഷയാണ് ആ ക്രൂശിലേക്ക് കിടക്കുമ്പോൾ ദൈവം അവന്റെ മേൽ ഏൽപ്പിക്കുന്നത്. സ്തോത്രം. നമ്മളെല്ലാവരും എന്നേക്കുമായിട്ട് ദൈവത്തിന് അകന്നുപോയി നിൽക്കുവാൻ നരകത്തിൽ വെന്തെരിയേണ്ടതിന് പകരം ദൈവം നോക്ക് തന്റെ പുത്രൻ അല്പസമയം വെന്തെരിയുന്നത് നല്ലതാണെന്ന് കണ്ടുകൊണ്ടാണ് അവന്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ അവന്റെ പ്രാണനാത്മാവ് കത്തുന്നെത്തി പാതാളത്തിലേക്ക് കടന്നുപോയിട്ട് മരണം അനുഭവിക്കുന്നത്. ദൈവം അല്പസമയത്തേക്ക് അവനെ കൈവിട്ടു. അപ്പോൾ ആ ക്രൂശി നിലവിളി കേൾക്കുന്നത്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഇതിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ വ്യക്തിപരമായ പാപം, ഏതോ തോട്ടം തുടങ്ങി മാനവജാതിയുടെ മേലുള്ള പാപത്തിന്റെ ശിക്ഷ ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തിക്കൊണ്ട് എനിക്ക് പകരമായി അവൻ ശിക്ഷ അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കുകയും ആ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർത്തൃത്വങ്ങളും, നമുക്കുള്ള സകലത്തിനുമുള്ള എല്ലാ ഭരണങ്ങളും, കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലായി, എല്ലാ കാര്യങ്ങളും നീ നടത്തുക. ഞാൻ എന്റെ സ്വഭാവം പാപമാണ് എനിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്, നീ നടത്തിയാൽ ഞാൻ സ്വാതന്ത്ര്യമാകും. ഇത് പറഞ്ഞ് നല്ല ബുദ്ധിപൂർവം നമ്മുടെ ഫ്രീ വില്ലില് നമ്മൾ ഇതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നാൽ മാത്രമേ ഈ പാപി എന്ന കാറ്റഗറിയിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിച്ച് നീതിമാൻ എന്ന കാറ്റഗറിയിലേക്ക് വരാം. അപ്പോ ഈ യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച ആ യാഗം മുഖാന്തരം നമുക്ക് വിശ്വസിച്ചാൽ നമുക്ക് സൗജന്യമായിട്ടാണ്, അതേവരെ നമ്മൾ പാപികൾ, അതിന് ശിക്ഷാർഹരുടെ അവസ്ഥയിൽ നിന്ന് നമ്മളെ മാറ്റിമറിഞ്ഞതാണ്. യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്ന പോലെ നമ്മെ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് ദൈവിക ഭരണകൂടം കണക്കിടുന്നത്. അവന് ലഭിച്ച നീതിയാണ് നമുക്ക് കണക്കിടുന്നത്. ശത്രു നമ്മുടെ മേലെ, മനുഷ്യർ ആരെല്ലാം എന്തെല്ലാം കുറ്റം ആരോപിച്ചാലും, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ അതാണ്, ഇതാണ്, ആവശ്യമോ നിനക്ക് ക്രിസ്തുവിന്റെ പേരിൽ കുറ്റം ചുമത്താൻ സാധിക്കുമോ? അവനെ ഈ സ്വർഗത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇറക്കാൻ നിനക്ക് സാധിക്കുമോ? നോ. എനിക്ക് കണക്കിടുന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ യേശുവിനുള്ള നീതിയാണ് കണക്കിടുന്നത്. അതാണ് പറഞ്ഞ നീതിമാൻ. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് ഗോഡ്ലെസ്. ഇവൻ നീ പാപിയല്ല. ഇപ്പോൾ പാപി എന്നും ഡെഫിനേഷൻ ഉള്ളപ്പോൾ പിന്നെ അധർമ്മി എന്നൊരു ഡെഫിനേഷൻ ആവശ്യമില്ല, ഗോഡ്ലെസ് എന്നൊരു പേര് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പാപി എന്ന അവസ്ഥയിൽ നിന്ന് മാറി നീതിമാൻ എന്ന അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം ദൈവത്തിന് ഹിതമില്ലാത്ത പ്രവൃത്തിയിൽ കൂടെ, വഴിയിൽ കൂടെ സഞ്ചരിക്കുന്നവൻ. ദൈവം മുഴുവനും ചെയ്യുന്നത് ക്രിസ്തുവിനെ നാം സ്വീകരിച്ചു, അവന്റെ ഹിതപ്രകാരം ജസ്റ്റ് നമ്മളെ നിയന്ത്രിക്കാൻ അതിശക്തനായ ഒരുവനുണ്ട്. അതിശക്തനും കർത്തൃത്വമുള്ള സ്വർഗത്തിലും ഭൂമിയിലും നമുക്ക് വേണ്ടി എന്തിനേയും എത്തിച്ചവൻ, അധികാരമുള്ള ഒരുവനുണ്ട്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തില് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഒരുവനുണ്ട്. ഇത് ദിനം ഇങ്ങനെ കർത്താവ് നമ്മൾ പ്രവർത്തിക്കും. ജസ്റ്റ് റിലൈ ഓൺ ഹിം, ത്രോ ടു ഹിം, ഹി വിൽ ഡു ദാറ്റ്. അപ്പോൾ ഇതില്ലാതെ നമ്മളിൽ എന്താ, ഈ നീതിമാൻ എന്ന അവസ്ഥയിൽ നിന്നും ഈ അധർമ്മി എന്ന അവസ്ഥയിലേക്ക്, ദൈവമില്ലാത്തവർ എന്ന അവസ്ഥയിലേക്ക് നമ്മെ വലിച്ചുകൊണ്ട് 3 ശത്രുക്കൾ നമുക്കുണ്ട്. നാം പാപത്തിന്റെ ദാസന്മാരായിരുന്ന കാര്യത്തോടത്ത് നമ്മൾ നിത്യ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ഞാനല്ല പ്രവർത്തിക്കുന്നത്, എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വം, ഒരു ശക്തി, എന്നേക്കാൾ ശക്തിമായ ഒരു ശക്തിയുണ്ട്. അതാണ് എന്നെ യഥാർത്ഥ രക്ഷയിലേക്ക് അടുപ്പിക്കാത്തത്, അതാണ് എന്റെ വിഗ്രഹാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അതാണ് എന്നെ മറ്റു പാപ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്. ഞാനല്ല ചെയ്യുന്നത്. ഏതും തോട്ടത്തോടെ എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഒരു ശക്തിയാണ്. ലോർഡ്, ഐ നീഡ് സാൽവേഷൻ. നമുക്ക് സാധ്യമല്ല എന്തെല്ലാം നീതി പ്രവൃത്തികൾ കൂടെ ചെയ്താൽ. ഈ ഹിമാലയത്തിലൊക്കെ തപസ്സിരിക്കുന്നവർ ഒരു മനുഷ്യരുമായിട്ട് ബന്ധമില്ലാതെ, ഒരു ഉറുമിനെ പോലും ദ്രോഹിക്കാതെ തപസ്സിരിക്കുന്നവരാ. They cannot. അത് സിന്നിന്റെ മറ്റൊരു മാനിഫെസ്റ്റേഷനാണ്. Openly, Lord, I am a sinner. By birth I am a sinner. ഞാനൊരു പാപി, എന്നൊരു എനിക്കൊരു രക്ഷ വേണം. ഇത് തുടങ്ങി വെക്കുന്നത് പിതാവ് ദൈവമാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മൾ കൂടെ സംസാരിച്ചാൽ, ഏത് പാസ്റ്റർമാരിൽ കൂടെ, ഏത് മീറ്റിങ്ങിൽ കൂടെ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് ഈ ബോധം തരുന്നത്.
നമുക്ക് ശരിക്കും ഗ്രഹിക്കാൻ പറ്റില്ല. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. നമുക്കത് മനസ്സായി പാപി എന്ന അവസ്ഥയിൽ നിന്ന് ദൈവക്രോധത്തിന്റെ പാനപാത്രം കുടിക്കേണ്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് പകരമായിട്ട് ആ പാനപാത്രം കുടിച്ച ക്രിസ്തുവിലേക്ക് വന്ന് സൗചര്യമായിട്ട് നീതീകരിക്കപ്പെടുക. അവൻ നീതിമാൻ. എന്നാൽ ഇതിൽ നിന്ന് രക്ഷ പ്രാപിച്ച് പാപി എന്ന കാറ്റഗറിയിൽ വന്നിട്ടും ഈ മാർഗത്തിൽ വന്നു, പക്ഷേ പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്ന ഒരു ശത്രുവാണ് നമ്മളിലുള്ള നാട്ടിലുള്ള ഫ്ലഷ് എന്ന് പറയുന്നത്. ജഡത്തിന്റെ മോഹങ്ങൾ നമ്മെ കൊണ്ട് നിവർത്തിക്കുക. ഇത് നമ്മളെല്ലാവരിലും എന്നിലുണ്ട്. കർത്താവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടുന്നത് നമ്മുടെ ബുദ്ധിയിൽ പ്രവർത്തിക്കാം, നമ്മുടെ സംസാരഭാവങ്ങളിൽ പ്രവർത്തിക്കാം, നമ്മുടെ കണ്ണിനുപയോഗിക്കാം, നമ്മുടെ ചെവികൾ ഉപയോഗിക്കാം. നമ്മുടെ ഉള്ളിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മെ വീണ്ടും അടിമപ്പെടുത്താൻ നോക്കുമ്പോൾ നമുക്ക് ശാക്തീകരിക്കാം, നമ്മളെ സഹായപ്പെടുത്തപ്പെടുന്ന ദൈവം നൽകിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥന്. ഡിവൈൻ ഗവൺമെന്റ് ദൈവ ഭരണകൂടത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാം. സ്വർഗത്തിന് മുമ്പിൽ എന്തിനേയും എന്തും ചെയ്യാം. മഴ പെയ്ക്കാം, പ്രകൃതിയെ മാറ്റാം, ട്രെയിൻ ലേറ്റ് ആക്കാം, ട്രെയിൻ നേരത്തെ കൊണ്ടുവരാം. നമുക്ക് ദോഷമാണെങ്കിൽ ട്രെയിൻ കിട്ടാതിരിക്കാം. എന്ത് സംഭവിച്ചാലും എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ സംഭവിക്കുള്ളൂ. ഈ യൂണിവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. അതാണ് സ്വർഗത്തിന്റെ ഭൂമി സകല അധികാരമുള്ളവർ എന്ന് പറയുന്നത്. നിനക്ക് വേണ്ടി എന്തിനേയും എന്തും ചെയ്യാം, എന്തിനേയും വേണമെങ്കിൽ എന്തും ചെയ്യാം. അത്രയും വിലയുള്ളതാണ് ഒരു മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാപി എന്ന കാറ്റഗറിയിൽ വന്നിട്ട് വിശ്വാസമാർഗത്തിൽ വന്നു, പക്ഷേ ജഡത്തെ അനുസരിച്ച് നടക്കുക, ഈ ലോകത്തിലെ മോഹനക്കനുസരിച്ച് നടക്കുക, അവനെ വിളിക്കുന്നതാണ് ഗോഡ്ലെസ് അധർമ്മി. ഇനിയാണ് സീരിയസ് വിഷയം. ഇപ്പൊ 3 കാറ്റഗറി പറഞ്ഞു. ഒന്ന് നീതിമാൻ, ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവൻ. മറ്റൊന്ന് പാപി, ഏതും തോട്ടത്തിൽ തുടങ്ങി പാപം അവന്റെ മേൽ കർത്തൃത്വം നടത്തുന്നു. മൂന്നാമതൊരു കാറ്റഗറി ഗോഡ്ലെസ് അല്ലെങ്കിൽ അധർമ്മി, പാപത്തിൽ നിന്നുള്ള ക്ലച്ച് വിട്ടു, യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ വിട്ടു, നീതീകരണം ലഭിച്ചു. പക്ഷേ ജീവിതത്തിൽ മുന്നോട്ടുള്ള മാർഗത്തില് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുക, ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിക്കുക, ലോകത്തിലെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അവനെ വിളിക്കുന്നതാണ് ഗോഡ്ലെസ്. നമുക്ക് സിമ്പിൾ ലാംഗ്വേജിൽ മനസ്സിലാക്കി. അത് പ്രിപ്പയർ ചെയ്ത മെസ്സേജ് അല്ല. ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ പ്രകൃതിയിൽ ഒരു വാക്യമായിരുന്നു അത്. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഈ ഇത്രയും ഡീപ്പിൽ ഇത് പ്രസംഗിക്കുന്നത്. ഈ 3 കാറ്റഗറി നിൽക്കുമ്പോൾ അടുത്തതാണ് വാണിങ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ ഫ്രീ ആയിട്ട് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് ഫ്രീ ആയിട്ട് ഡിവൈൻ ഗവൺമെന്റ് യേശു ക്രിസ്തുവിനുള്ള നീതി നമുക്ക് കണക്കിടുമ്പോൾ അവൻ ദൈവത്തിന്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കാൻ യോഗ്യനായി തെക്കണം. ഒരേ സിംഹാസനം ഇപ്പൊ യോഗ്യനായി തെക്കപ്പെടാം. നീതിമാനായിരിക്കുന്ന ആ നീതി, അതായത് നമ്മെയും അവരോട് കൂടെ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ആത്മീയമായിട്ട്, ഭൗതികമായിട്ട് നമ്മുടെ ശരീരം എവിടെയാണെങ്കിലും ആത്മീയമായിട്ട് യേശു ക്രിസ്തു ഇപ്പോൾ എവിടെയാണോ അവിടെയാണ് നമ്മൾ ഇരുത്തിയിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ പറയാണ് പ്രയാസേന രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതിനാൽ റോമലേഖനത്തിൽ വായിച്ചത് രക്ഷ വളരെ അടുത്തിരിക്കുകയാണ്, വളരെ അടുത്തിരിക്കും, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ ഈ നീതിമാൻ എന്തുകൊണ്ട് പ്രയാസേന രക്ഷ പ്രാപിക്കും? ഇതാണ് ഇന്ന് വിശ്വാസ ഗോളത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ പലവർക്കും മനസ്സിലാകാത്തത്. ഈ പാപി എന്ന കാറ്റഗറിയിൽ നിന്ന് അധർമ്മി ഗോഡ്ലെസ് എന്ന കാറ്റഗറിയിലേക്ക് ചേഞ്ച് ആയാൽ God cannot save us because of his mercy. No, he cannot save us. അവൻ നമ്മൾ രക്ഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ തന്നെ രക്ഷ. ക്രൈസ്റ്റ് ഈസ് അവർ സാൽവേഷൻ. നമ്മൾ വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് വാക്യങ്ങൾ കിട്ടും. രക്ഷകൻ എന്ന വാക്ക് വേറെ ഉണ്ട്, രക്ഷ തന്നെ. നമ്മുടെ രക്ഷയാവും ദൈവമായി നാൾത്തോളം നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നമ്മുടെ രക്ഷകനായ ദൈവം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ രക്ഷയാവുന്ന ദൈവമായി. I am the way, I am the truth. അല്ലെ, ഞാൻ തന്നെ വഴിയും സത്യം. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാവുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചെന്ന് വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ പെർസീവറൻസ്, നമ്മൾ വിശ്വസിച്ച് പാപത്തിന്റെ അധീനതയിൽ നിന്നും രക്ഷ പ്രാപിച്ച് നീതിമാന്റെ മാർഗത്തിൽ വന്നാൽ ഈ അവസ്ഥയില് അന്ത്യം വരെ തുടരണം എന്നുള്ള വാണിംഗ് തരുന്ന ഒരു വാക്യമാണ് നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ. അപ്പൊ നീതിമാൻ എന്തുകൊണ്ടാണ് പ്രയാസേന രക്ഷ പ്രാപിക്കേണ്ടി വരുന്നത്? ദൈവം കരുണാസമ്പന്നാണല്ലോ, ദയാലുവാണല്ലോ, തന്റെ പുത്രൻ നൽകിയ സ്നേഹമുള്ളവനാണല്ലോ, നമ്മെ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നവനാണ്. എന്നിരിക്കെ തന്നെ നമുക്ക് ചുറ്റും ഈ 3 ശത്രുക്കളുണ്ട്. സാറ്റാനിക് കിങ്ഡം,
വളരെ പ്രബലമായ ശക്തികളാണ്. അതിനെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ തോട്ടാണ്, അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾക്ക് തോന്നല. യെസ്, തോന്നൽ കൂടിയല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. വെള്ളം കുടിക്കുന്ന നമുക്ക് എങ്ങനെ തോന്നുന്നത്? നമ്മുടെ വയറ്റിനകത്ത് ഒരു ആ സിംറ്റം വരുമ്പോൾ, അങ്ങനെ ആ ഒരു വരുമ്പോൾ, പ്രേരണ വരുമ്പോൾ, നമ്മുടെ തൊണ്ട വരുമ്പോൾ നാം പോയി വെള്ളം കുടിക്കുന്നു. ഒരു ഫീലിംഗ് അല്ലയോ? ഇതേപോലെ തന്നെ ആത്മീയ ഗോളം എന്ന് പറയുന്നത്. ഈ നമ്മുടെ ബുദ്ധിമണ്ഡലത്തില് ഫീലിംഗ് ഉണ്ടാക്കുവാൻ തക്കോട് ദൈവമില്ലാതെ ഇവിടെ ഫീലിംഗ് ഉണ്ടാക്കാം, വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്ന് ഫീലിംഗ് ഉണ്ടാക്കാം. ഇതിനൊക്കെ ഓവർകം ചെയ്യുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നോ, നീതിമാൻ പോലും പ്രയാസേനയോട് രക്ഷ പ്രാപിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൽ മാത്രം ആശ്രയിക്കും. എന്റെ പ്രാണന്റെ നിത്യത എന്ന് പറഞ്ഞത് വളരെ വിലയേറിയതാണ്. ഈ ശരീരത്തിലെ വാസം അല്പസമയം, നമ്മൾ പാടിയത് അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. അത് കഴിഞ്ഞൊരു വാസമുണ്ട്. എല്ലാ മതവിഭാഗങ്ങളും പഠിപ്പിക്കുന്നത്, എല്ലാ മതവിഭാഗങ്ങളും അവരുടെ വിശ്വാസികളെ അതത് മതത്തിൽ നിർത്തുന്നത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ഈ ശരീരത്തിലെ വാസത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട്. ഹൈന്ദവ മതമാകട്ടെ, മുസ്ലിം മതമാകട്ടെ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അനേക സെക്ഷൻസ് ആയിക്കോട്ടെ, ക്രിസ്തീയ കോളത്തിൽ സെക്ഷൻസ് ആയിട്ട് എല്ലാവരും തന്നെ ഈ ജീവിതത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നത് ബൈബിൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ശരീരത്തിലെ വാസത്തിന് ശേഷം ഈ ഒരു മരണാനന്തര ജീവിതം പറഞ്ഞത് ബൈബിൾ പഠിപ്പിക്കുന്ന രണ്ട് മാർഗമാണ്. ഒന്നുകിൽ നരകം, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ. ഈ ക്രിസ്തുവിനോട് കൂടെ എന്നുള്ള ഈ ശരീരത്തിൽ വേർപ്പെട്ടതിന് ശേഷമല്ല, ഇപ്പോഴേ തുടരണം. ഇതാണ് നീതിമാൻ. ഈ മാർഗത്തിൽ തുടരുന്ന സമയത്ത് നമ്മൾ വീണ്ടും ക്യാപ്റ്റീവ് ആക്കാൻ, വീണ്ടും അടിമപ്പെടുത്തുവതൊക്കെ വേണം. 3 ശത്രുക്കളാണെന്ന്. ഒന്ന് സാത്താനിക് കിങ്ഡം, മറ്റൊന്ന് നമ്മളിൽ അതിന് വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തതുമായ ശക്തിമാണ് നമ്മളെല്ലാവരും. ഈ എല്ലാ പാസ്റ്റർമാരടക്കം ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാത്തൊരു ശത്രുത. അതിനെ ഓവർകം ചെയ്യണം നമ്മളെ കൊണ്ട് സാധ്യമല്ല. ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മെ സഹായിച്ചേ മതിയാവുള്ളൂ. ഇത് നാം ശരിക്കും മനസ്സിലാക്കി സബ്മിറ്റ് ചെയ്യുക. ലോർഡ്, ഐ കനോട്ട് ഓവർകം ചെയ്യണമെങ്കിൽ 2 ശത്രു പറഞ്ഞു. ഒന്ന് സാത്താനിക് കിങ്ഡം. ഈ സാത്താനിക് കിങ്ഡത്തിലെ ശത്രുവോട് നീ പറഞ്ഞ ഒരു കാര്യമില്ല. They are still there. ഈ ഭൂമിയിൽ ആകാശം കർത്താവ് ഇപ്പോഴും ഉണ്ട്. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ, ഇതിനെ ഓവർകം ചെയ്തവനായ ക്രിസ്തു നമ്മളിൽ വസിച്ച് നമുക്ക് തരുന്ന പ്രേരണ അനുസരിച്ചുകൊണ്ട് ദിനം പ്രതി ആക്ടിവിറ്റി ബൈ ആക്ടിവിറ്റി ഓരോ പ്രവർത്തികളിലും അവൻ നമുക്ക് തരുന്ന പ്രേരണ അനുസരിച്ച് ജീവിച്ച സന്തോഷത്തോടെ ജീവിക്കാം. ഇവിടെയും നിത്യതയിലും ക്രിസ്തുവിന്റെ കൂടെ വാഴാം. ഇതാണ് പ്രയാസേന. കാരണം എന്താ? നമ്മുടെ ഫ്ലഷ് എപ്പോഴും ആശ്വാസകരമായി ചെയ്യുന്നത്. മറ്റൊന്നാണ് ലോകത്തിന്റെ ടെംപ്റ്റേഷൻ. ഒന്ന് സാത്താനിക് കിങ്ഡം, മറ്റൊന്ന് നമ്മളിൽ തന്നെ വസിക്കുന്ന ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടാത്തതുമായ ഒരു ശക്തി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. മറ്റൊന്നാണ് ഈ ലോകത്തിന്റെ പ്രേരണകൾ. ഇത് 3 നമ്മളെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ ഓവർകം ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് നീതിമാൻ. ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ പ്രയാസേനയെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. കഷ്ടതയൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ സന്തോഷത്തോടെ, കഷ്ടത വരുമ്പോഴാണ് നമ്മുടെ അകത്തിരിക്കുന്ന വീക്ക്നെസ് മനസ്സിലാകുന്നത്. നമുക്ക് രോഗം വരുമ്പോൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നിന്ദകൾ പരിഹാസങ്ങൾ വരുമ്പോൾ, ലോർഡ് നീ ഇതിൽ കൂടെ കടന്നുപോയവനാണ്. അങ്ങനെയല്ലേ അവൻ ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ, രക്ഷാ നായകൻ എന്ന ആവശ്യം വന്നത്. തന്റെ പുത്രൻ അനേക സഹോദരന്മാരെ, അല്ലെ അനേക പുത്രന്മാരെ രക്ഷയിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാ നായകനെ പൂർത്തീകരണം എക്സ്പീരിയൻസിൽ കൂടെ നടത്തി. ഹല്ലേലൂയ. അനേക പുത്രന്മാരെയാണ് തേജസ്സിലേക്ക് നടത്തുന്നത്. നമ്മളെല്ലാവരും പുത്രന്മാരായിട്ടാണ്, സ്ത്രീകളും പുത്രന്മാരായിട്ടാണ് വിളിക്കപ്പെടുന്നത്. അവരെന്താണ്? തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവിടെ രക്ഷാ നായകന് കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കി. എന്തിനാ? നമുക്കുണ്ടാകുന്ന കഷ്ടതയില്, ഈ നീതിമാന് പ്രയാസേന രക്ഷ പ്രാപിക്കാവുന്ന കഷ്ടതയില് നമുക്ക് എന്തെല്ലാം ഫീലിങ്സ് വരുമ്പോ, എന്തെല്ലാം പ്രയാസങ്ങൾ വരുമ്പോ അത് നമുക്ക് മനസ്സിലാക്കി തരത്തക്കോണം അവൻ അനുഭവിച്ചു നമുക്ക് വേണ്ടി. അവനറിയാം എത്രത്തോളം ഒരു മനുഷ്യന് വേദന സഹിക്കാൻ പറ്റും, എത്രത്തോളം നിന്ന് സഹിക്കാൻ പറ്റും, എത്രത്തോളം ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റും, എത്രത്തോളം പരിഹാസങ്ങൾ സഹിക്കാൻ പറ്റും, എത്രത്തോളം പട്ടിണി സഹിക്കാൻ പറ്റും. ഇതെല്ലാം വ്യക്തിപരമായി അവൻ അനുഭവിച്ചു. നമുക്കതുണ്ടാവുക, കർത്താവ് നീ അനുഭവിച്ചവനാണല്ലോ, പ്ലീസ് ഹെൽപ്പ് മീ. ഇത് മാത്രമേ ഉള്ളൂ. ഇതാ നീതിമാൻ. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ, എല്ലാ കാര്യത്തിലും യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ, അവൻ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തീർന്നവനാണ്.
നമ്മുടെ നീതീകരണത്തെ ഇവിടെ ഉയർത്തുന്നവനാണ്. ഹി വിൽ നോട്ട് ഡിസ്കാർഡ്. നമ്മൾ ഒരു കാലത്ത് കൈവിടുകയില്ല. എത്രമാത്രം കഷ്ടത വന്നോട്ടെ, എത്രമാത്രം നിന്ന വന്നോട്ടെ, അവർ ഒരു നാളും വിടുകയില്ല. കഷ്ടങ്ങൾ നമുക്ക് ഏറ്റവും അടുത്തവർ രുചിച്ചാൽ. ഇതെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. ഇത് വെറുതെ തിയറി പഠിച്ചിട്ടല്ല പറയുന്നത്, പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ. ഇറ്റ് ഈസ് റൈറ്റ്. അതിന്റെ ഓർമ്മയാണ് കർത്തൃ മേശ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പാപം അറിയാത്തവരെ നാം അവനിൽ എന്ന് പറഞ്ഞാൽ അവന് വസിക്കുമ്പോൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് എന്താണ്? പാപയെ ശിക്ഷിച്ചേ മതിയാകുകയുള്ളൂ. അവന് പാപമാക്കി. ആ ക്രൂശിൽ കിടക്കുന്നത് ദൈവപുത്രനല്ല, മനുഷ്യപുത്രനല്ല, ഇമ്മാനുവേലല്ല, പാപം. ദൈവത്തിന്റെ ശിക്ഷയാണ് ക്രൂശിൽ കാണുന്നത്. ആ സ്നേഹം എന്റെ മേലുള്ള വ്യക്തിപരമായ പാപത്തിന്റെ ശിക്ഷ, എന്നെ സൃഷ്ടിച്ചവനും എന്നെ ശിക്ഷിക്കാനും നരകത്തിലെറിയുവാനും അധികാരമുള്ളവനായ ദൈവം തന്നെ എന്നെപ്പോലുള്ള ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായി എനിക്ക് പകരം ആ ശിക്ഷ സഹിച്ചുവല്ലോ, എന്നെ സ്വന്തമാക്കുന്നല്ലോ. അതിൽ വിശ്വസിക്കുന്ന എന്നെ സൗജന്യമായി നീതീകരിക്കുന്നല്ലോ. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഹൃദയപൂർവ്വം ആരും അറിയേണ്ട ഹൃദയത്തിലെടുക്കുന്ന തീരുമാനമാണ്. എന്നെ പഠിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഇത് സത്യമാണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത് ഞാനൊന്ന് തീരുമാനിച്ചു. എൻ്റെ ആയുസ് മുഴുവനും ഞാൻ ഈ സത്യത്തിന് വേണ്ടി ജീവിക്കാം. ഒറ്റ തീരുമാനം. ആരോടും പറഞ്ഞില്ല. ലോകത്തിൽ പെന്തിക്കോസ്തുകാരുടെ പോലും എനിക്കറിയില്ലായിരുന്നു. അന്ന് രാത്രി ഞാൻ മരിച്ചവനായിരുന്നു. ഫിസിക്കലി ഞാൻ മരിച്ചവനായിരുന്നു. നേരെ എഴുന്നേച്ചപ്പോൾ എവറിത്തിങ് ഫ്രഷ്. എൻ്റെ പല മെമ്മറി നഷ്ടപ്പെട്ടു. എന്നാൽ ദൈവം അതിൽ വായിച്ച ഒരു കാര്യം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. ഗോഡ് ഈസ് ദേർ. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ടു ഉയർത്തെന്നിട്ട് പറയാം, ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ഏത് അവസ്ഥയിൽ വന്ന് അടുത്തൊന്ന് സഹായിപ്പാൻ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വേണ്ടി എന്തും ചെയ്യാം. പ്രകൃതിയെ മാറ്റാം, രാജാക്കന്മാരെ മാറ്റാം, ഭരണകൂടങ്ങളെ മാറ്റാം. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തില് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ജസ്റ്റ് റിലേ ഓൺ ഹിം. ലോർഡ്, ഐ ആം ഹെൽപ്ലെസ്. ഐ നീഡ് യു. സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയല്ല, നീ എനിക്ക് പകരമായി പാപയാഗമായി തീർന്നല്ലോ. എൻ്റെ മേൽ വരണ ദൈവക്രോധ നീ സ്വയമായിട്ട് സ്വമേധയെ കുടിച്ചല്ലോ. ആ ദൈവസ്നേഹത്തിന് മുമ്പ് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. എനിക്കുള്ള സകലത്തിന് ഞാൻ ഏൽപ്പിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ തലമുറകൾ, കുഞ്ഞുങ്ങൾ വിഘടിച്ച് നടന്നേക്കാം. ലോർഡ്, ബിക്കോസ് യു ലവ് മീ. നീ എന്നെ സ്നേഹിക്കുന്ന ഞാൻ വിശ്വാസി, അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അംശം മതി എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷ പ്രാപിക്കും, എൻ്റെ തലമുറ രക്ഷ പ്രാപിക്കും. ബിക്കോസ് യു ആർ ലവ്. സേവ് ദം ഓൾസോ ലോർഡ്. ഈ പ്രാർത്ഥനയോട് കൂടെ